താരൻ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ തലയിലെ നമ്മുടെ സ്കാൽപ്പിലെ സ്കിന്ന് പൊളിഞ്ഞു പോകുമ്പോൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് അമിതമായിട്ട് വരുമ്പോൾ ചിലരിൽ പൊടി പൊടി പോലെയുള്ള താരൻ, അതിനോടനുബന്ധിച്ച് ചിലപ്പോൾ ചിലരിൽ ചൊറിച്ചിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാം. പിന്നെ ചിലരിൽ ഇത് ഈ സെബവും കൂടെ ചേർന്ന് ഒരു കുഴഞ്ഞ രൂപേണ അങ്ങനെയും കാണാറുണ്ട്. അപ്പോൾ അത് പൊറ്റൻ പോലെ അല്ലെങ്കിൽ പൊളിഞ്ഞു പോരുന്ന രീതിയിൽ കാണാറുണ്ട്. ഇതേ രീതിയിൽ തുടർന്ന് ഒരു ഫംഗൽ ഇൻഫെക്ഷനിലേക്ക് മാറി അങ്ങനെയും തലയിൽ ചൊറിഞ്ഞ് പൊട്ടി ചോരയോ അല്ലെങ്കിൽ കുരുക്കളോ എല്ലാം വരുന്നൊരവസ്ഥയിലേക്കൊക്കെ അങ്ങനെയും കാണാറുണ്ട്. നമ്മൾ ആയുർവേദത്തിൽ ഇതിനെ കാണുന്നത് ഒരു വാതകവചമായിട്ടുള്ള അല്ലെങ്കിൽ കഫവാതജമായിട്ടുള്ള ഒരു രോഗാവസ്ഥയായിട്ടാണ്. അപ്പോൾ വാതഹരങ്ങളായിട്ടുള്ള മരുന്നുകൾ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് പറയാം. കഫത്തെ ഉണ്ടാക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വാദത്തിനെ വിഷയേറ്റ് ചെയ്യുന്ന ആഹാരപദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കാൻ പറയാം. അതായത് അമിതമായിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ആഹാരപദാർത്ഥങ്ങൾ, എണ്ണയിൽ വറുത്ത ആഹാരപദാർത്ഥങ്ങൾ, അമിതമായിട്ടുള്ള മധുരം, അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം, ഇങ്ങനെ നിരവധി ആഹാരപദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും അതേപോലെ അതിനനുസൃതമായിട്ടുള്ള മെഡിസിൻസ് നമുക്ക് ഉള്ളിലേക്ക് ഉപയോഗിക്കാം. പിന്നെ മരുന്നുകളിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം കൊണ്ട് തല കഴുകാൻ നിർദ്ദേശിക്കുന്നതാണ്.